സി സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്പർ 1, ഫസ്റ്റ് 48 hours ആയിരിക്കും ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഹവേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ കഴിഞ്ഞിട്ട് 24 hours ലേറ്ററാണ് നമ്മൾ ഡോക്ടേഴ്സ് മൂവ്മെൻറ്റ് അത് നടന്നോളാനൊക്കെ പറയുന്നത്. കാരണം ഏർലി മൊബിലൈസേഷൻ മീൻസ് ഏർലി റിക്കവറി എന്നാണ്. എത്ര പെട്ടെന്ന് നമ്മൾ നടക്കാനോ തുടങ്ങുന്നു അത്ര പെട്ടെന്ന് നമ്മുടെ സ്റ്റിച്ചെല്ലാം റിക്കവർ ആവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് 7 ദിവസം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ ഒന്ന് ഈ സ്റ്റിച്ച് എടുത്ത് കളയാനോ അല്ലെങ്കിൽ സെൽഫ് അബ്സോർബിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം പുറമേയുള്ള സ്റ്റിച്ച് ഉണങ്ങിയാലും അകത്തുള്ള സ്റ്റിച്ച് ഉണങ്ങാൻ മിനിമം 2 to 3 months എങ്കിലും എടുക്കും. അതുകൊണ്ട് അധികം ജോലികളൊന്നും ചെയ്യാണ്ട് ഈറ്റ് ഹെൽത്തി ആൻഡ് ടേക്ക് റെസ്റ്റ്. നമ്പർ 3, നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കൊണ്ട് ഫാറ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 to 15 days ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ കിട്ടാനുള്ള ചെറിയ രീതിയിലുള്ള വാക്കിംഗ് ഒക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലുള്ള ഹൈ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എക്സസൈസുകളൊന്നും ചെയ്യരുത്. ചെയ്യാൻ എന്തായാലും മിനിമം 2-3 മാസങ്ങൾക്ക് ശേഷമേ അതൊക്കെ ചെയ്യാൻ പറ്റൂ. ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കൺസേൺ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റിനെ എന്തായാലും കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സസൈസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക.